എന്തായി? കമ്മീഷണർ വിളിച്ചിരുന്നു, അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. വാ പോവാം. എന്റെ മോളോടെ? അവര് നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ കമ്മീഷണറുടെ ഫോൺ വന്നത്. എന്റെ മോളോടെ? അകത്തുണ്ട്. മോളെ 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 അവരെ മോളെ സാരമില്ല മോളെ, സാരം. ഡാഡി അന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇന്നലെ ആന്റിയെ വിളിച്ചിരുന്നു. കുറച്ച് തണുത്തിട്ടുണ്ടെന്നാ ആന്റി പറഞ്ഞത്. അർജുൻ എന്ന് വരും? വരാം, എത്രയും പെട്ടെന്നെത്താം. അച്ഛന് വിശേഷമൊന്നുമില്ല. ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ വരുന്നു. വയ്ക്കട്ടെ, നേരിട്ട് കാണുമ്പോ പറയാം. നീ എന്നാ ബാംഗ്ലൂർക്ക് പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണം. നീ എത്രയും പെട്ടെന്ന് ചെന്ന് റോസ്മേരിയെ കൂട്ടിക്കൊണ്ട് പോരണം. അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ രമ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അന്നൊരിക്കൽ പറഞ്ഞത് വീണ്ടും ഞാൻ പറയുകയാണ്. ഇഷ്ടമുള്ള പെൺകുട്ടിയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പഠിത്തം തുടരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ വേണ്ടെന്ന് വെച്ചു. രമയും അത് തന്നെ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചില്ല. നീയും അവളും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഏറെ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നിമിത്തം ഞാൻ അനുഭവിക്കേണ്ടവനാണ്. അറിഞ്ഞുകൊണ്ട് എത്രയോ തെറ്റുകൾ ചെയ്തു. അതൊന്നും സാരമില്ല അച്ഛാ. അല്ലാതെ നീ വേറെ എന്ത് പറയും? നീ എന്റെ കൂടെ ഉണ്ടാവുമ്പോ മനസ്സിനൊരാശ്വാസം. നീ ഇന്ന് പ്രാപ്തനാണ് എന്നെക്കാൾ. ഈ നാടും ഇവിടുത്തെ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട അച്ഛാ. നമുക്ക് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാം. പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരുപാട് കണക്കുകൾ തിരിച്ചു ചോദിക്കാൻ അച്ഛന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും. അതൊക്കെ മറക്കണം. എനിക്കും രമയ്ക്കും വേണ്ടി ഇനിയുള്ള കാലം സമാധാനത്തോടെ കഴിയണം. അതും കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബാംഗ്ലൂർക്ക് പോകാമെന്ന്. അച്ഛൻ ചിരിച്ചതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരുത്തൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നുവെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചുവെന്ന്. അതൊന്നും ഓർത്തല്ല ഞാൻ ചിരിച്ചത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു നീ പ്രാപ്തനായിന്ന്. അത് നിന്റെ വാക്കുകളിൽ കാണും. അതിന്റെ കൗതുകം ഓർത്ത് ചിരിച്ചതാണ്. ഇവിടം വിട്ടുപോകുന്ന കാര്യമൊക്കെ നമുക്ക് വഴി ആലോചിക്കാം. ഏതായാലും അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ലല്ലോ. നീ ആദ്യം പോയി ആ റോസ്മേരി വിളിച്ചുകൊണ്ടു. ചേട്ടൻ എന്ന് തിരിച്ചു വരും? 2 ദിവസത്തിനകം ഞാൻ തിരിച്ചെത്തും. അച്ഛനെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം. അത് ശരിയാണ് വർക്കിച്ചേട്ടാ. പക്ഷെ പറയാനുള്ളത് പറയാണ്ടിരിക്കാൻ പറ്റൂ? അവൻ ശത്രു ആയാലും ഒരു കാര്യം അംഗീകരിച്ചേ ഒക്കൂ. ബുദ്ധിയിലും ശക്തിയിലും അവൻ അനന്തനെ കവച്ചു വെക്കും. ചേക്കുടി മൂത്തതിനോടും ഇളയതിനോടും വർക്കിച്ചേട്ടനോടും പല പ്രാവശ്യം പറഞ്ഞില്ലേ ആ പലിശക്കാരൻ പണിക്കരെ നമ്പരുതെന്ന്. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. ഫോൺ എന്താ പ്രശ്നം? ക്യാബിനിലുണ്ട്. ഞാൻ കൂടി വരാം. ആ ആന്റണി കൊടുത്ത കേസിന് കോടതിയിൽ നിന്ന് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തുള്ള ആന്റണിയുടെ ഫാക്ടറി പരിശോധിച്ച് ശരിയാണോന്ന് അറിയാൻ. പുലിവാലാകുമല്ലോ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം എന്നാ കോടതി പറഞ്ഞിരിക്കുന്നത്. ആരാച്ചത്? ആ ഡിവൈഎസ്പി പവിത്രനാ. എന്താ ആന്റണി? ആ ചേക്കുടിക്കാരുടെ ആളെല്ലാം ചേർന്ന് എന്റെ ഫാക്ടറി ആകെ തല്ലിപ്പൊളിക്കുകയാണ്. നീ വാ. അവിടെ
നാളെ രാവിലെ ഈ കമ്പനിയുടെ ഒരു പൊടി പോലും കാണരുത്. ആന്റണി ടയേഴ്സ്. അടിച്ച് പൊളിക്കണം. എന്റെ പൊന്നഹന്തേട്ടൻ എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. കിടക്കണം പുറത്ത്. ഇതിനു മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു, ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി. അന്ന് നീ എന്നെ ജയിലിലാക്കി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, അതേ പ്രശ്നത്തിന്റെ പേര്. നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തനെ 3-4 മാസം ജയിലിൽ കിടത്തിയെന്ന് കരുതി ആരും ഞെളിയണ്ട. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും ഇത് താങ്ങാനാവില്ല. എനിക്ക് ആരോടും പ്രതികാരമില്ല. കാരണം ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. അതിൻ്റെയൊക്കെ ഫലമാണിതെന്ന് സ്വയം സമാധാനിച്ചോളൂ. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആന്റണിയുടെ കമ്പനിക്കെതിരെ നീങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അനന്തന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. നീയൊക്കെ വഞ്ചിച്ചും ചതച്ചും കൊന്നും വാരിക്കൂട്ടിയ പണത്തിന്റെ ഒക്കെ കണക്ക് എനിക്ക് പലരോടും പറയേണ്ടി വരും. പിന്നെ പണിയുന്ന മണിമാളികയുടെ ചന്തം ജയിലിൽ കിടന്ന് ആസ്വദിക്കേണ്ടി വരും. എടാ, നെറികേട് നിന്റെയൊക്കെ മാത്രം തറവാട്ട് പോയല്ല. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇനിമേൽ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ എന്റെ ആശ്രിതരുടെയോ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഓർത്തോ? അപ്പോഴേക്കും അയാൾ ഇവിടെ എന്താണോ? എന്ത് പറയാനാ, ഞങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സാധനങ്ങൾ ഒഴിച്ചു തുടങ്ങിയതാ. അപ്പോഴാ അലറിക്കൊണ്ട് അനന്തേട്ടന്റെ വരവ്. അല്ല, അനന്തന്റെ വരവ്. പിന്നെ നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ അവന്മാരില്ല. എവിടെ പോയി എങ്ങനെ പോയി എന്ന് ആർക്കറിയാം. അയാൾ എന്റെ പേർക്കൊന്ന് ആഞ്ഞതാ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നു. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കുക, എന്തിനാ എല്ലാവരും അനന്തൻ എന്ന പേര് കേട്ടാ ഗിടീട വിറയ്ക്കുന്നത്? ഇവരാരായി അനന്തൻ? ആ മാറി കഴിവറുടെ മോനെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യണമെന്ന് അന്ന് പറഞ്ഞതാ. അന്ന് തന്നെ സമ്മതിച്ചില്ല. തയ്യാറായിച്ചോ കമ്പി എണ്ണാൻ? ഒരു ഹോട്ടലും കുഞ്ഞെ എന്താ ഇത്? വേണ്ട കുഞ്ഞെ. അയ്യോ, തകർത്തല്ലോ ജില്ലുമേട. എന്തായി കാണിക്കുന്നത്? ഇനി എന്തിനാ ഇത്? അവൻ ജീവിച്ചിരിക്കുന്നവരെ നടക്കാൻ പോകുന്നില്ല ഹോട്ടലും ഷോപ്പിംഗ് കോംപ്ലക്സ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ജയിലിൽ നിന്ന് ഇറങ്ങി അനന്തന്റെ വീര്യം കൂട് വന്ന് ഉടനെ എന്തെങ്കിലും ചെയ്തില്ലേ നിങ്ങളുടെ ആഫീസ് പോട്ട്. എടാ ബാവാ, നീ പോയാ സുലൈമാനെ വിളിച്ചിട്ട് വാ. സുലൈമാനെയോ? എന്തിനാ? അതൊക്കെ ഉണ്ട്, നീ പോയി വിളിച്ചിട്ട് വാ. സുലൈമാനോ? എന്താടാ ഈ രാത്രിയിലെ? എന്ത് പറ്റിയടാ എനിക്ക്? അതെന്താ, റിവോൾവറോ? ഓഹോ, എന്നെ കൊല്ലാൻ വന്നതായിരിക്കും. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചെന്ന വിദ്യയല്ലേ. ചേക്കുടിക്കാരുമായിട്ട് എന്താടാ ടേംസ്? എന്തായാലും നീ നഷ്ടപ്പെടണ്ട. വയ്ക്കടാ വിടി. എന്താടാ കൈ വിറയ്ക്കുന്നോ? വയ്ക്കടാ വിടി.
മോനെ അച്ഛൻ